ഇന്ന് നമ്മൾ ഗ്രൂപ്പ് ബിഹേവിയറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. A group consists of a number of individuals working together for a common objective. Groups have significant influence on an organization and are inseparable from organization. They are useful for organization as they form foundation of human resources. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടാകും. അവർ ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാണ് ചെയ്യുക. ഒരു ഓർഗനൈസേഷനിൽ ഗ്രൂപ്പിന് സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഈ ഓർഗനൈസേഷനും അതുപോലെ ഗ്രൂപ്പും ഇൻസെപ്പറബിൾ ആണ്. ഈ ഗ്രൂപ്പ് ഓർഗനൈസേഷന് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. Definition of a group. A group is a two or more individuals who interact regularly with each other to accomplish a common purpose or goal. ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ഇൻഡിവിജ്വൽ പരസ്പരം ഇൻറ്ററാക്റ്റ് ചെയ്യുക രണ്ടോ അതിലധികമോ ഇൻഡിവിജ്വൽ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നത് റെഗുലറായിട്ട് ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. According to Marvin Shaw, a group comprises of two or more persons who interact with one another in such a manner that each person influences and influenced by each other person. മാർവിൻ ഷോൻ്റെ ഒപ്പീനിയനിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ ആളുകളുണ്ടാകും. അവർ പരസ്പരം ഇൻറ്ററാക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ഇൻഡിവിജ്വലും പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. അതായത് പരസ്പരം ഒരു കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടു ഓർ മോർ പേഴ്സൺസിനെയാണ് അപ്പം ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഫോർ എ ഗ്രൂപ്പ്. ദി റീസൺസ് ഫോർ ദി നീഡ് ഓഫ് ഗ്രൂപ്പ്സ് ആർ ആസ് ഫോളോസ്. മാനേജ്മെൻറ്റ് ഓഫ് മോഡേൺ ഓർഗനൈസേഷൻ മേക്സ് മ്യൂച്വൽ എഫേർട്ട് to introduce industrial democracy at workplace. They use project teams and work committees where workers get due recognition. They willingly participate in decision making. The tasks in modern industries are become more complex, tedious, arid of repetitive nature. Working committees, work groups and teams are formed to monitor the work. They also make the environment at workplace livelier. Group help in making participative management more effective. Groups of all kinds and types help by cooperating in all the matters related to production and human relation to work effective in the organization. An individual cannot perform each and every task. Group efforts are required for its completion. For example, building a ship, making of a movie, construction of flyover, etc. All these require coordinated and unified efforts of many individuals working in a group. A group can judge in a better way as compared to an individual. മോഡേൺ മാനേജ്മെൻറ്റ് വർക്ക് പ്ലേസിൽ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ടുകൾ എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ പ്രോജക്റ്റ് ടീമുകളും വർക്കിംഗ് കമ്മിറ്റീസും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടീമും കമ്മിറ്റിയും ഒക്കെ ആവുന്ന സമയത്ത് വർക്കേഴ്സിന് കുറച്ച് റെക്കഗ്നീഷൻ കിട്ടും. അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടാവും. ഇത് ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള ഒരു കാരണമാണ്. പിന്നെ മോഡേൺ ഇൻഡസ്ട്രീസിൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. ഒരുപാട് റിപ്പീറ്റേറ്റീവ് നാച്ചേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. റിപ്പീറ്റേറ്റീവ് നാച്ചറിലുള്ള വർക്കുകളാണ് വരുന്നത്. ഈ വർക്ക് കമ്മിറ്റീസും വർക്ക് ഗ്രൂപ്പ്സും ഒക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന സമയത്ത് അത് ഓർഗനൈസേഷൻ്റെ റിപ്പീറ്റേറ്റീവ് നാച്ചറിലുള്ള വർക്കുകളൊക്കെ ഈസിലി മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓർഗനൈസേഷൻ എൻവയോൺമെൻറ്റ് കുറച്ചുകൂടി ലിവ്ലിയർ ആക്കും. പിന്നെ പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കാരണം എല്ലാ എംപ്ലോയീസിനും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ അവർക്ക് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയാനുള്ള അവസരമൊക്കെ ഉണ്ടാവും. പിന്നെ
ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ഇഫക്റ്റീവായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മാറ്റേഴ്സും കോർഡിനേറ്റ് ചെയ്യാൻ ഗ്രൂപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില വർക്ക്സുകൾ ഇൻഡിവിജ്വലിന് ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതിന് ഗ്രൂപ്പ് എഫേർട്ട് വേണ്ടി വരും. സപ്പോസ് ഒരു ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ മൂവി ഉണ്ടാക്കുക, ഇങ്ങനത്തെയുള്ള വർക്ക്സിനൊന്നും ഒരു ഇൻഡിവിജ്വൽ തനിച്ച് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള വർക്കിനൊക്കെ ഗ്രൂപ്പ് എഫേർട്ട് ആവശ്യമാണ്. A group can be compared in better way as compared to an individual. Types of groups. First, functional or formal group. Functional groups are the groups formed by the organization to accomplish different organizational purpose. According to A.L. Sten-Kopp, a formal group is said to be any social arrangement in which activities of some persons are planned by others to achieve a common purpose. These groups are permanent in nature. They have to follow rules, regulation, and policy of the organization. A formal organizational group includes departments such as the personnel department, advertising department, quality control department, and public relations department. ഫങ്ഷൻ ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ഫങ്ഷണൽ ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ പേർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഫങ്ഷണൽ ഓർ ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത് വേറെ കുറച്ച് ആളുകളാണ്. അതായത് ഒരു ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നത് ഓർഗനൈസേഷനിൽ വേറെ വ്യക്തികളായിരിക്കും. ആ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഫോർമൽ ഗ്രൂപ്പ് ഒരു പെർമനൻ്റ് ഗ്രൂപ്പാണ്. അത് ഓർഗനൈസേഷൻ്റെ റൂൾസും റെഗുലേഷൻസും പോളിസീസും എല്ലാം ഒബേ ചെയ്യണം. ഇതിൽ ഓരോ ഗ്രൂപ്പ് അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ ഓരോ ഓർഗനൈസേഷന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടൊക്കെ ക്ലാസിഫൈ ചെയ്യുന്നതൊക്കെ ഫോർമൽ ഗ്രൂപ്പിൻ്റെ പാർട്ടായിട്ടാണ്. സോ ഒഫീഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഫോർമൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്. നെക്സ്റ്റ് വരുന്നത് ടാസ്ക് ഗ്രൂപ്പ്. Task groups are the groups formed by an organization to accomplish a narrow range of purpose within a specified time. These groups are temporary in nature. They also develop a solution to a problem or complete its purpose. Informal committees, task forces, and work teams are included in task group. The organization, after specifying a group membership, assigns a narrow set of purposes such as developing a new product, evaluating a proposed grievance procedure, etc. ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു സ്മോൾ പേർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനൊരു സ്പെസിഫൈഡ് ടൈം ഉണ്ടാവും. ആ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ആ ഗ്രൂപ്പ് എന്തിനാണോ ഫോം ചെയ്തിട്ടുള്ളത് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ അതൊരു ടെമ്പററി ഗ്രൂപ്പാണ്. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പിന് അവിടെ ഒരു റെലവൻസ് ഇല്ല. ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നുണ്ടാകുക. ഇൻഫോർമൽ കമ്മിറ്റീസ്, അതുപോലെ ടാസ്ക് ഫോഴ്സുകൾ, വർക്ക് ടീംസ്, ഇതെല്ലാം ടാസ്ക് ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഗ്രൂപ്പിൽ ആരൊക്കെയുണ്ട് മെമ്പർഷിപ്പ് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ഓർഗനൈസേഷൻ ഓരോരുത്തർക്കും എന്തൊക്കെയാണ് ഓരോ ഗ്രൂപ്പിൻ്റെയും പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കും. അതിന് ഇത്ര ടൈമും കൊടുക്കും. ആ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ആ ഗ്രൂപ്പ് ആ അച്ചീവ് ചെയ്യണം. ചിലപ്പോൾ ഇത് പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ ഇവാലുവേറ്റ് ചെയ്യാൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് ഗ്രൂപ്പാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്. Informal groups are the groups formed for the purpose other than the organizational goals. Informal groups form when individuals are drawn together by friendship, by mutual interest, or both.
These groups are spontaneous. According to Kate David, the network of persons and social relations which is not established or required forms of an informal organization. These are groups formed by employees themselves at workplace while working together. Organization does not take any active interest in their formation. ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിന് അല്ലാതെ ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് വർക്കേഴ്സ് സ്വയം തന്നെ വർക്ക് പ്ലേസിൽ പരസ്പരം വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ ഈ ഇൻഫോർമൽ ഗ്രൂപ്പ് ഫോം ചെയ്യാൻ വലിയ ആക്റ്റീവ് ഇൻട്രസ്റ്റ് ഒന്നും എടുക്കില്ല. ഇതെന്ന് പറയുന്നത് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരസ്പരമുള്ള എന്തോ മ്യൂച്വൽ ഇൻട്രസ്റ്റ് കാരണമൊക്കെ ഒരു ഗ്രൂപ്പിലേക്ക് അവർ അട്രാക്റ്റ് ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പെട്ടെന്ന് ഫോം ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ്. ഇതിന് പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷൻസോ അങ്ങനെയുള്ള റിക്വയർഡ് ഫോംസ് ഒന്നും ഉണ്ടാവില്ലാത്ത ഒരു ഓർഗനൈസേഷനാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. Then informal groups in the types ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ആർ ദി ഗ്രൂപ്പ്സ് ഫോംഡ് ടു അറ്റൈൻ എ കോമൺ പർപ്പസ്. Employees coming together for payment of bonus, increase in salary, medical benefit and other facilities are the examples of interest group. Membership group. Membership groups are the groups of individuals belonging to the same profession and knowing each other. For example, teachers of same faculty in a university. Friendship group. Friendship groups are the groups of individuals belonging to the same age group, having similar views, taste and opinions. These groups can also be formed outside the plant or office and can be in the form of clubs and associations. Next, reference group. Reference groups are the common group. Reference groups are the groups where individuals shape their ideas, beliefs, values, etc. They want support from the group. അപ്പം ഗ്രൂപ്പിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ പേർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളെല്ലാവരും, ആ ഇൻട്രസ്റ്റുള്ള ആളുകളെല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു ഗ്രൂപ്പിനാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് സാലറി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസും കൂടി ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എല്ലാ എംപ്ലോയീസും കൂടി ഒരു ഗ്രൂപ്പിന് ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് കുറേ ആളുകൾ ഒരുമിച്ച് ചേരാം. മെമ്പർഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം പ്രൊഫഷനിലുള്ള ആളുകൾ ചേരുന്ന ഒരു ഗ്രൂപ്പിനെയാണ് മെമ്പർഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ആവുന്ന സമയത്ത് സിമിലർ വ്യൂസും ടേസ്റ്റും ഒപ്പീനിയനും ഉള്ള ആളുകളെല്ലാവരും കൂടി ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് ഔട്ട്സൈഡ് ഓഫ് പ്ലാന്റും വേണമെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യാവുന്നതാണ്. അത് വിത്തിൻ പ്ലാന്റ് കമ്പൽസറി അല്ല. അതായത് ക്ലബ്സും അസോസിയേഷനും ഒക്കെ ആയിട്ട് അവർക്ക് ഈ ഓർഗനൈസേഷന് പുറത്തും ഈ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്യാം. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് ഇൻഡിവിജ്വൽസ് അവരുടെ ഐഡിയാസും ഷേപ്പും ബിലീഫും ഒക്കെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് റെഫറൻസ് ഗ്രൂപ്പ്. അതായത് ഈ സിമിലർ ഐഡിയാസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ ഈ സിമിലർ ബിലീഫുള്ള ആളുകളോ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന അവർ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പിനെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. Groups formation and development. Groups can form when individuals with similar goals and motives come together. Groups are formed voluntarily. The individuals of a group can join and leave the group anytime, and they can also change their task. Hence, understanding how group form and develop is important for managers. There are certain motives because of which the individual joins in a group. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് വോളണ്ടറിലി ആണ്. ഒരു ഇൻഡിവിജ്വലിന് ഒരു ഗ്രൂപ്പിൽ ഏത് സമയം ജോയിൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് വിട്ട് പോകാനും പറ്റും, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് വേറെ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ജോയിൻ ചെയ്യാനും പറ്റും.
ഒരു സിമിലർ ടേസ്റ്റുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സിമിലർ മോട്ടീവ്സ് ഉള്ള ആളുകൾ ഒരുമിച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ എപ്പം ഫോം ചെയ്യുന്നു എങ്ങനെയെന്നുള്ളതിനെ പറ്റി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ മാനേജേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. സോ അതിന് കുറച്ച് മോട്ടീവ്സ് ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. Organizational motive to join group. Organizations form functional and task group because such groups help organization in structuring and grouping the organizational activities logically and efficiently. Personal motives to join groups. Individuals also choose to join informal or interest groups for unimportant reasons. Since joining these groups is voluntarily, various personal motives affect membership. Interpersonal attraction. Individuals connect together to form informal or interest groups as they are also attracted to each other. The factors that contribute to interpersonal attractions are sex, similar attitudes, personality, and economic standing. The closeness of group members may also be an important factor. Interest in group activities. Individuals may also be motivated to join an informal or interest group because the activities of the group appeal to them. Playing tennis, discussing current events or contemporary literature, all these are group activities that individuals enjoy. അപ്പം എന്തൊക്കെ മോട്ടീവ്സാണ് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ്, ഓർഗനൈസേഷണൽ മോട്ടീവ്സ് ടു ജോയിൻ ഗ്രൂപ്പ്സ്. ഒന്ന്, ഓർഗനൈസേഷൻ മോട്ടീവ് കൊണ്ട് ഇൻഡിവിജ്വൽസ് ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓർഗനൈസേഷൻ ഓരോ ടാസ്ക് ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്യും. ആ ഗ്രൂപ്പിൽ അപ്പം മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ ഗ്രൂപ്പുകൾ ഓർഗനൈസേഷനെ അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാനും ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓർഗനൈസേഷണൽ ഗ്രൂപ്പ് ടാസ്ക് ഗ്രൂപ്പാണ്. ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വർക്കേഴ്സിനെ വർക്ക് ചെയ്യാൻ ഈസിലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പേഴ്സണൽ മോട്ടീവ് ടു ജോയിൻ ഗ്രൂപ്പ്സ്. ഇനി പേഴ്സണൽ ഇൻട്രസ്റ്റ് കാരണം ഇൻഡിവിജ്വൽസ് ഇൻഫോർമൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. അത് ടാസ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. അത് മീൻസ് അതായത് വലിയ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചെറിയ അവരുടെ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടൊക്കെ അവർ ഏതെങ്കിലും ഗ്രൂപ്പിൽ മെമ്പേഴ്സ് ആവുകയാണെങ്കിൽ അതിനെ പേഴ്സണൽ മോട്ടീവ്സ് എന്ന് പറയാം. ഇനി ഇൻ്റർ പേഴ്സണൽ അട്രാക്ഷൻ, അതായത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്പേഴ്സാണെന്ന് പറയാം. അതായത് ചില ക്ലബ്ബുകളിലൊക്കെ മെമ്പർഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് എക്കണോമിക് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലാസ് പീപ്പിളാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഗ്രൂപ്പിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മെമ്പർ ആവുന്നതിനാണ് ഇൻ്റർ പേഴ്സണൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ സിമിലർ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഇനി നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഇൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. ഇനി ചില ഇൻഫോർമൽ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസിൽ അട്രാക്റ്റ് ചെയ്തിട്ട് ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. സപ്പോസ് പ്ലേയിങ് ടെന്നീസ് കളിക്കുന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ടെന്നീസ് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. അല്ലെങ്കിൽ കറണ്ട് ഇവൻറ്റ്സ് ഡിസ്കസ് ചെയ്യാനോ ലിറ്ററേച്ചർ ഡിസ്കസ് ചെയ്യാനോ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ്സിൽ ജോയിൻ ചെയ്യും. നെക്സ്റ്റ് വരുന്നത് സപ്പോർട്ട് ഫോർ ഗ്രൂപ്പ് ഗോൾസ്. ദി ഇൻഡിവിജ്വൽസ് മേ ബി ഓൾസോ മോട്ടിവേറ്റഡ് goals by other group members to join. For example, a club which is dedicated to environmental conservation may motivate individuals to join. Individuals join groups such as these in order to donate their money and time to attain the goal they believe in and meet other individuals with similar values. Next, need for affiliation. Another reason for individual to join group is to satisfy their need for attachment. Retired old-aged individuals join groups to enjoy companionship of other individuals in similar situation. Instrumental benefits. Group members
sometimes also helpful in providing other benefit to individuals. For example, a manager might join a Rotary or Lions Club if he feels that being a member of that club will lead to important and useful business contacts. നെക്സ്റ്റ് പറയുന്നത് സപ്പോർട്ട് ഫോർ ഗ്രൂപ്പ് ഗോൾസ്. അതായത് ആ ഒരു ഗ്രൂപ്പിൻ്റെ ഗോളുകൾ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അത് നമ്മളെ ചിലപ്പം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. ചില എൻവയോൺമെൻറ്റ് കൺസർവേഷന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ചിലപ്പം അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ അതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യും. അതായത് അവരുടെ കയ്യിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പേർപ്പസിന് ഫോം ചെയ്തിട്ടുള്ള ഗ്രൂപ്പിന് ഇൻഡിവിജ്വൽ ഫിനാൻഷ്യലിയും അല്ലാതെയൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം. കാരണം അവർക്ക് ആ ഫീൽഡിൽ ഇൻട്രസ്റ്റും ഉണ്ടാവും. നീഡ് ഫോർ അഫിലിയേഷനാണ് അടുത്തത് വരുന്നത്. അവർക്ക് അറ്റാച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ആളുകൾ ചില ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ട് ഒക്കെ ഈ സപ്പോസ് റിട്ടയർഡ് എംപ്ലോയീസൊക്കെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവരുടെ ഇന്ന സമയത്ത് അവർക്ക് സിമിലർ സിറ്റുവേഷനുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാനും അവരുടെ കമ്പനിയൊക്കെ എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ ബെനിഫിറ്റാണ്. ഇൻസ്ട്രുമെൻ്റൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റുകൾ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ മെമ്പർഷിപ്സ് ആയതുകൊണ്ട് മറ്റേതെങ്കിലും രീതിയിലൊരു ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഒരു മാനേജർ ഒരു ലോട്ടറി ക്ലബിൽ അല്ലെങ്കിൽ ലയൺസ് ക്ലബിലൊക്കെ ജോയിൻ ചെയ്യാം. ഈ ക്ലബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ബിസിനസ്സുകാരുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ജോയിൻ ചെയ്യുന്നതിനെയാണ് ഇതിന് എക്സാമ്പിളാണ്. കാരണം അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ മാനേജറിന് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു ഇൻസ്ട്രുമെൻ്റൽ ബെനിഫിറ്റ് കൂടി ഉണ്ടാവുന്നുണ്ട്.